ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. മാങ്കൂട്ടത്തിൽ ഇവിടെ പവൻ ഹാൻസിന്റെ ഹെലികോപ്റ്റർ 23 കോടി രൂപ കൊടുത്ത കാലത്ത് എന്തൊക്കെയാണ് കൃത്യമായ സേവനങ്ങളെന്ന് ആർഷോയ്ക്ക് പറയാവുന്നതേ ഉള്ളൂ. ഞാൻ പല വഴിക്ക് അന്വേഷിച്ചു. എവിടെയും പൊതുസമക്ഷം അത്തരത്തിൽ കിട്ടിയ സേവനങ്ങളെ കുറിച്ച് കൃത്യമായി 1, 2, 3 എന്നൊരു വിവരം എവിടെയും ഇല്ല. ശരി, ആ വിവരം കൊടുക്കാൻ തയ്യാറാവുന്നുമില്ല എന്നും അറിയാൻ കഴിയുന്നു. രാഹുൽ, എന്തായാലും ഒന്നുണ്ട്, അത് ഹൃദയം കൊണ്ടുപോയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ അടിയന്തര സാഹചര്യം പലതും ഉണ്ടാകാം. കേരളം ഇപ്പോൾ എന്താണ് ദുരിതങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന് ഇപ്പോൾ പുതുമയല്ല. എല്ലാ വർഷവും 1, 2 വീതം വരുന്നുണ്ട്. ഒരു ഹെലികോപ്റ്റർ അവിടെ കിടന്നാൽ എന്താണെന്നേ പ്രശ്നം. ഇപ്പോ കെ സുധാകരൻ പറയും മട്ടിൽ ഖജനാവ് കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ എങ്ങനെയാണ് അങ്ങ് കടത്തി പറയാൻ കഴിയുക രാഹുൽ? ഒരു ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീഹാഷ്മി, എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് 5-6 റോക്കറ്റുകളും പിന്നെ അത്യാവശ്യത്തിന് ഇപ്പോൾ സ്ഥിരമായിട്ട് വിശ്രമത്തിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാവിനോടൊപ്പം അദ്ദേഹത്തിന് വിശ്രമിക്കണം തോന്നിയാൽ ഇടയ്ക്ക് ചന്ദ്രനിലേക്കൊന്നു പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും മറ്റ് അത്തരത്തിലുള്ള അനുബന്ധ സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഹെലികോപ്റ്ററിനെ കണക്കാക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഈ റോഡിലൂടെ മുഖ്യമന്ത്രിയുടെ 20-30 വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. അവിടെ ആകെ ബുദ്ധിമുട്ടി വഴിയിലൊന്ന് ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പോകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വരുന്നു, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർക്കും സമയത്ത് തൊഴിലിടത്തിലേക്ക് എത്താൻ കഴിയാത്ത സാധാരണ ആളുകൾക്കുമൊക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ അദ്ദേഹം ഇവിടെ കേരളത്തിനകത്ത് ഒരു പ്രതിസന്ധിയുമില്ല, മുണ്ട് മുറുക്കി കൊടുക്കാൻ കേരളത്തിലെ ഒരു മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന യുവജന നേതാവ് കൂടിയാണല്ലോ. ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതുപോലെ തന്നെ KSRTC ജീവനക്കാരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണസദ്യക്ക് പകരം മണ്ണുവാരി തിന്നുന്ന സമരം ഉണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ എത്ര മാസമായി കുടിശ്ശികയാണ് എന്ന് അവരോട് തന്നെ താങ്കൾ ചോദിച്ചു മനസ്സിലാക്കണം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. 2 വർഷത്തിലേറെയായി അവർക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ അർബുദം പോലെയുള്ള ചികിത്സകൾക്ക് കൊടുക്കുന്ന അലവൻസ്, അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് കലാകലകളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അലവൻസ് അടക്കമുള്ള കാര്യങ്ങൾ മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകളെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന ആളുകളാണല്ലോ. ക്ഷേമ പെൻഷനുകൾ മുടക്കം വന്നുകൊണ്ടിരിക്കുന്നില്ലേ? KSRTC പെൻഷൻ മുടക്കം വരുന്നില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്തിനേറെ പറയുന്നു, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്ന സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് പോലും മുടക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഇവരുടെ ഇത്തരം ജനങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുടക്കം വരുമ്പോഴും ഈ സർക്കാരിന്റെ ദൂർത്തരകത്തെ പഞ്ഞമില്ല എന്ന് തെളിയിക്കല്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ സമയത്ത് തന്നെയല്ലേ ഈ സർക്കാർ വെള്ളക്കരം വർദ്ധിപ്പിച്ചു? എന്താ പറഞ്ഞത്? ഇവിടെ ശ്രീ ആർഷോ പറഞ്ഞല്ലോ ഇവിടെ സംസ്ഥാനത്ത് യാതൊരുവിധമായ സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്ന്. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് എങ്കിൽ എന്തിനാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് വൈദ്യുതി കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്? മുതലും പലിശ ചേർത്ത് കിട്ടി.